ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നാളെ നമ്മുടെ സ്കൂളൊക്കെ തുറക്കുമല്ലേ. എൻ്റെ 3-ാം തീയതിയാണ്, നാളെ 3-ാം തീയതിയാണ്. പല്ലവിയുടെ എല്ലാ ക്ലാസ്സൊക്കെ 5-ാം തീയതിയാണ് തുറക്കണേ. എൻ്റെ നാളെ തുറക്കും 3-ാം തീയതി. അപ്പോൾ എൻ്റെ സ്കൂളിലോട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു ഗെറ്റ് റെഡി വിത്ത് സ്കൂൾ, നമുക്ക് ഗെറ്റ് റെഡി ആക്കാനാണ് സ്കൂളിലോട്ട്. അപ്പം എൻ്റെ ബാഗ് ഇതാണ്, നല്ല റോസൊക്കെ ഒരു പൂക്കളൊക്കെ ഉള്ള ഒരു ബാഗ്, പിങ്ക് ബാഗ്. ഞാൻ കുറച്ച് നീക്കി കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ അകംവശത്തിൽ ഇവിടെ ഒരു കള്ളി വന്നിട്ടുണ്ട്. പിന്നെ വന്നേക്കണത് ഇവിടെ ഇത് ഞാൻ തുറന്നു കാണിക്കാം. മൊത്തത്തിൽ എത്ര സിപ്പ് ഉണ്ടെന്ന് എനിക്കറിയില്ല. 4 സിപ്പാണുള്ളത്. അപ്പം എനിക്ക് കുറച്ച് കൂടുതൽ ബുക്സ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്സ് 2 വന്നിട്ടുള്ളൂ. ഇനി അടുത്ത വരാൻ കിടക്കുന്നുണ്ട്, കുറച്ച് വരാൻ കിടക്കുന്നുണ്ട്. ഇത് ആദ്യത്തെ കള്ളി, ഇത് 2-ാമത്തെ കള്ളിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ 3-ാമത്തെ, ഇത് 4-ാമത്തെ കള്ളി. ഇവിടെ ലഞ്ച് ബോക്സ് അങ്ങനെയൊക്കെ വയ്ക്കണതാണ്. പിന്നെ ഇതാണ് അവസാനം. ഇതിങ്ങനെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ചെവിയിൽ വയ്ക്കും. അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ പോവുമല്ലോ, അപ്പോൾ രാവിലെ 7 മണിക്കൊക്കെ പോകുന്നവർക്ക് പറ്റും. ഇതിങ്ങനെ ചെവിയിലോട്ട് തണുപ്പടിക്കില്ല, അപ്പോൾ ചെവിയിലോട്ട് തണുപ്പടിക്കാനായിട്ടൊക്കെ ഇത് വയ്ക്കാൻ പറ്റും. ഇത് ഞാൻ എൻ്റേതാ ഈ കള്ളിയിലോട്ടാണ് വയ്ക്കണത്, ബാഗിൻ്റെ ഈ കള്ളിയിലോട്ട്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് സിബ് ക്ലോസ് ആക്കാം. ഇനി നമുക്ക് നമ്മുടെ ബുക്സിലോട്ട് കിടക്കാം. കമോൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്ക് വന്ന നോട്ട് ബുക്സിലൊക്കെ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചു. ടെക്സ്റ്റ് ബുക്ക് 2 കിട്ടിയിട്ടുള്ളൂ. ഞാൻ നേരത്തെ ബാഗ് കാണിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒട്ടിക്കണം. ഞാൻ കാണിക്കാം. നോട്ട് ബുക്കിൽ യൂണിക്കോണിൻ്റെ ആയിട്ട് ഞാൻ ഒട്ടിച്ചേക്കണം. ടെക്സ്റ്റ് ബുക്കിൽ യൂണിക്കോണിൻ്റെ തന്നെയാണ് ഒട്ടിക്കാൻ പോണത്. അപ്പോൾ ഇതാണ് യൂണിക്കോൺ സ്റ്റിക്കർ. ഇപ്പോൾ കുറച്ച് ഒട്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണാത്തത്. ഇനി നമുക്ക് ഒട്ടിക്കാൻ തുടങ്ങാം. അപ്പം ഇങ്ങനെയാണ് ബുക്സ് ഒട്ടിച്ചേക്കണേ. കണ്ട ഇവിടെ, പിന്നെ ഇവിടെ ഇങ്ങനെ ഇത് ഓരോരോ യൂണിക്കോൺ സ്റ്റിക്കേഴ്സാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് പറയണേ. അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതൊരു റോസ് പോലത്തെ വന്നിട്ടാണ്. ഇതിങ്ങനെ കണ്ണാടി വെച്ച യൂണിക്കോൺ. എല്ലാ യൂണിക്കോൺസിനെയും ഞാൻ കാണിച്ചു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലോട്ട് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ഡ്രോയിങ് ബുക്കാണിത്. കണ്ട, ഇതാണ് എൻ്റെ ഡ്രോയിങ് ബുക്ക്. ഇപ്പോൾ ഡ്രോയിങ് ബുക്കിലോട്ട് ഒട്ടിക്കാൻ ഞാൻ ഈ സ്റ്റിക്കറാണ് ചൂസ് ചെയ്തേക്കണേ. ഈ സ്റ്റിക്കർ. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ഈ സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അല്ല, ഈ സൈഡിലോട്ടോ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പേരൊക്കെ നമ്മൾ എഴുതും. പിന്നെ ഈ ബുക്കിൽ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ബുക്ക് എടുക്കാം. അപ്പോൾ അടുത്ത ബുക്ക് ഏതാ തോന്നുന്നു, ഇത് GK ആണ്. GK. അപ്പം ഇത് GK ആണ്. അപ്പം GK ഇത് ഫ്രണ്ട്, ഇത് അപ്പുറത്ത് ബാക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ചൂസ് ചെയ്യണതാ ഈ സ്റ്റിക്കറാണ്. ഇത് നല്ല രസമുണ്ട്. ഈ സ്റ്റിക്കറാണ് ഒരു ഹാർട്ടായിട്ടുള്ള യൂണിക്കോണൊക്കെ വന്നിട്ട്. ഇത് നമുക്ക് നടുക്കൊട്ടിക്കാം. അപ്പോൾ ആകുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റുമല്ലോ. ഇത് നമ്മൾ നടുക്കൊട്ടിച്ചു. ഇതെന്തിനാണ് നടുക്കൊട്ടിച്ചതെന്ന് അറിയോ? ഇതിപ്പോൾ നമുക്ക് GK ആണ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. നമുക്ക് അടുത്ത ബുക്ക് എടുക്കാം. ഇതേതാ? കമ്പ്യൂട്ടറാണ്. എനിക്ക് 3-ാം ക്ലാസ്സിലോട്ടാണല്ലോ ഞാൻ. അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ വരും. കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനത്തെ സയൻസൊക്കെ ഈ എല്ലാ ക്ലാസ്സിലും ഉള്ളതാണ്. കമ്പ്യൂട്ടറൊക്കെ വരും. അപ്പോൾ കമ്പ്യൂട്ടറിലോട്ട് ഞാൻ ഒട്ടിക്കണത് ഈ സ്റ്റിക്കറാണ്. നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി. എനിക്ക് യൂണിക്കോണുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. റെയിൻബോയും അതൊക്കെ ഉള്ള എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. ഇപ്പോൾ 3 വന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ പെട്ടെന്ന് കഴിഞ്ഞത്. നോട്ട് ബുക്സിൽ ഞാൻ കാണിച്ച്, ഇതിനകത്ത് എല്ലാ നോട്ട് ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമുക്ക് ബോക്സ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ആദ്യത്തെ കള്ളിയാണ്. ഇത് വന്നിട്ട് നമുക്ക് ഷാർപ്പനർ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യേണ്ട. ഇതെങ്ങനെയാണ്, ഈ ഷാർപ്പ് ഇതിൻ്റെ പൊടി കളയണമല്ലോ. ഈ പൊടി കളയണമെങ്കിൽ ഇതിനകത്തുനിന്ന് നമുക്ക് ഈ പൊടി ഇങ്ങനെ ബോക്സ് എടുത്തിട്ട് ഇങ്ങനെ തട്ടിക്കളയാൻ പറ്റും. അതിനാണ് ഇത് വന്നേക്കണേ. അപ്പോൾ നമുക്കിനി ബോക്സ്, ഇവിടെ 2 കള്ളി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് റബ്ബർ സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇങ്ങനെ റബ്ബർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പറയണതിൻ്റെ ഇടയ്ക്ക് സെറ്റ് ചെയ്തും കൊടുത്തേക്കാം. ഇവിടെ റബ്ബർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് പെൻസിൽ കള്ളി അല്ല, ഇത് ടെമ്പറേച്ചർ നോക്കണതാണ്. കണ്ട,
ഇപ്പോൾ നമ്മുടെ വെയിലൊക്കെ അടിക്കുമ്പോൾ എത്രയാവുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് വന്നേക്കണേ. ഇനി നമുക്ക് പെൻസിൽസ് വെക്കാം. അപ്പോൾ പെൻസിൽസ് നമുക്ക് പെട്ടെന്ന് എടുക്കണം. ഇത് വെക്കുമ്പോൾ ഇവിടെ നമുക്ക് പെൻസിൽസ് എടുക്കാൻ പറ്റും പെട്ടെന്ന്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തുറന്നാലും ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഈ പെൻസിൽ സെറ്റ് ചെയ്യാം. ഈ പെൻസിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ എനിക്ക് പറ്റില്ല, അപ്പം ഞാൻ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പോവാം. നമുക്ക് അതെ ഈ പെൻസിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു പെൻസിൽ. കണ്ട നല്ല ക്യൂട്ടായിട്ടുണ്ട്. റെയിൻബോ കളറല്ല, എന്നാലും നമുക്കിത് റെയിൻബോ കളർ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു പെൻസിലായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പെൻസിലായിരുന്നു ഇത്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു കുഞ്ഞു പെൻസിലാണ് വന്നേക്കണേ. ഈ പെൻസിലൂടെ ഉണ്ടിട്ട് ഇതുകൂടി വച്ചേക്കാം. ലാസ്റ്റ് ഒരു കുഞ്ഞു പെൻസിൽ ഇതിവിടെ വരച്ചെനിക്കാം. ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ ഈ പേപ്പറിലായതുകൊണ്ടാണ്, സ്റ്റിക്ക് പേപ്പറിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നന്നായിട്ട് തെളിയും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഷാർപ്പനർ സെറ്റ് ചെയ്യാനുണ്ട്. ഈ സ്കെയിലാണ് ഞാൻ കൊണ്ടുപോകണത്. വേറൊരു സ്കെയിൽ ഞാൻ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ സ്കെയില് ഞാൻ എടുക്കണില്ല, കാരണം ഇത് ഈ ബോക്സിൻ്റെ അകത്തോട്ട് കൊള്ളണില്ല. ഇത് കുറച്ചും കൂടി വലിയ ബോക്സ് വാങ്ങണമായിരുന്നു. അതുകൊണ്ടാണ് ഈ ബോക്സും കൂടി സെറ്റായി കഴിഞ്ഞാൽ എൻ്റെ സ്കൂൾ ബാഗ് റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആവണതിന് മുമ്പ് ഞാൻ എൻ്റെ ബാഗിലോട്ട് ഇത് സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പം ആദ്യം നമുക്ക് നോട്ട് ബുക്സ് സെറ്റ് ചെയ്യാം കേട്ടോ. ഈ കള്ളിയിലോട്ടാണ് ഞാൻ നോട്ട് ബുക്സ് വയ്ക്കുന്നത്. നമുക്ക് നോട്ട് ബുക്സ് എടുക്കാം. ആദ്യം തന്നെ നമുക്ക് വന്നേക്കുന്ന ബുക്ക് വന്നേക്കണത് സാൻസ്ക്രിത്താണ്. ഇത് സാൻസ്ക്രിറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്ന് വെച്ചാൽ ഈ കള്ളിയിലാണ് ഞാൻ സെറ്റ് ചെയ്യണത്. കാരണം ഇവിടെ ആകുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇവിടെ. ഇത് സാൻസ്ക്രിത്താണ് ഇനി നമ്മൾ വെക്കാൻ പോകുന്നത്. ഇതും ഹിന്ദിക്ക് വേണ്ടിയാണ് ഞാൻ എടുക്കണത്. ഹിന്ദിക്കും സാൻസ്ക്രിറ്റിനും എനിക്ക് 4 ലൈനാണ്. എനിക്ക് 2 ലൈനാണ് എനിക്ക് ഹിന്ദിക്കും സാൻസ്ക്രിറ്റിനും വന്നേക്കണത്. പിന്നെ എനിക്ക് 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ സാൻസ്ക്രിറ്റ് അല്ലെങ്കിൽ മലയാളം ചൂസ് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സാൻസ്ക്രിറ്റ് ചൂസ് ചെയ്തു. മലയാളം എനിക്ക് 1ാം ക്ലാസ്സിലോ എടുത്തുകൊണ്ട് ഞാൻ പിന്നെ മലയാളത്തിലോട്ട് പോയില്ല, സാൻസ്ക്രിറ്റ് എടുത്തു. ഇനി അടുത്തത് വന്നിട്ട് ഇംഗ്ലീഷ് ആയിരുന്നു കേട്ടോ ഞാൻ വച്ചത്. ഇത് മാത്സ് ആണ്. 3ാം ക്ലാസ്സിലൊക്കെ മാത്സ് നോട്ട് ബുക്സ് ഇങ്ങനെയായിരിക്കും. 3ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കൊക്കെ അറിയാം. ഇങ്ങനെയാണ് മാത്സ്. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇങ്ങനെയായിരിക്കും 3ാം ക്ലാസ്സിലെ മാത്സ് നോട്ട് ബുക്ക്. എനിക്കറിയില്ല പിന്നെ ഇനി ചേഞ്ച് ആവുമെന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. നമുക്ക് ഇതും ബാഗിലോട്ട് സെറ്റ് ചെയ്യാം. ഇത് ഏതാ നോക്കട്ടെ കേട്ടോ. ഇത് റഫ് ബുക്കാണ്. എനിക്ക് പ്ലെയിൻ റഫ് ബുക്കാണ് അമ്മ എടുത്ത് വന്നേക്കണത്. അപ്പോൾ വരയ്ക്കാനും എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എഴുതാനുണ്ടെങ്കിലും ഈസിയാണ്. അപ്പോൾ അതും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് വന്നേക്കണത് ഏതാ? ഇത് EVSൻ്റെ ആണ്. നമ്മൾ ഇംഗ്ലീഷിനും EVSനും ഒരേ രീതിയിലുള്ള ബുക്കായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ബുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഇത് വെച്ചു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്സ് സെറ്റ് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്സ് ആദ്യം വന്നേക്കണത് ഏതാ തുറന്ന് നോക്കട്ടെ കേട്ടോ, എനിക്ക് അല്ലാണ്ട് പറ്റില്ല. ഇത് ഡ്രോയിങ് ആണ്. ഡ്രോയിങ് ഞാൻ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. ആ നോട്ട് ബുക്സ് വെച്ചേക്കുന്ന കള്ളിയിൽ തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ വേറെ കള്ളിയിലോട്ട് നോക്കണ്ടല്ലോ. ഇത് GK കമ്പ്യൂട്ടർ എനിക്ക് കമ്പ്യൂട്ടറും GKയും ഒന്നുപോലെയാണ് തോന്നുന്നത്. കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് GK വെക്കാം. ഇത് GK ആണ്. GK. പിന്നെ നമുക്ക് GKയും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം GKയും കൂടി സെറ്റ് ചെയ്ത് തന്നെ എൻ്റെ ബുക്ക് വച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത നെയിം സ്ലിപ്പല്ല പേര് എഴുതാനുണ്ട്. ഇത് നമുക്ക് ബോക്സും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ബട്ടൺ ഞെക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇറ്റ്സ് അവന്തിക കൗണ്ട് ഡൗൺ.